ഹലോ, വെൽക്കം ടു മോംസ് റൂട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നേ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒന്നാമത് തന്നെ പുറത്ത് പോവും, ഓരോരോ കാര്യങ്ങൾക്കായിട്ട് പോണ കാര്യങ്ങൾ കൊണ്ട് വീട്ടിൽ ഇരിക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഓരോരോ പ്രശ്നങ്ങളായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വീഡിയോസിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അന്ന് ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതാ വെജ് എഗ്ഗ് റോൾ ഇട്ടാ, അത് നല്ല ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഈവനിങ് സ്നാക്സ്. അപ്പോൾ അതും കാണിക്കുന്നുണ്ട്. പിന്നെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നമുക്ക് ഈസിയിൽ നമുക്ക് ഒരു ചെറിയ പൂന്തോട്ടമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കുക, എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു വെക്കുക. എന്നിട്ട് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫ്രണ്ട്സുകൾ ആരും ലൈക്ക് ചെയ്യണില്ല. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ടാക്കുക. നമ്മൾ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒതുക്കി നിർത്തുന്നത് നല്ലതാട്ടോ. നമ്മളെ മുറ്റത്ത് ഇലകൾ കൂടുതൽ പൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഈ മഴ പെയ്തിട്ടും കാറ്റടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അങ്ങോട്ട് തൂങ്ങുമല്ലോ, മരങ്ങളും ഈ ചെടികളൊക്കെ അങ്ങോട്ട് തൂങ്ങി നിൽക്കുമല്ലോ. അപ്പോൾ അതിനൊക്കെ നല്ലതൊന്ന് പ്രൂൺ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നിർത്തുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കുറച്ച് പ്ലാന്റ്സുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു നഴ്സറി പോയതാണ്. അപ്പോൾ ബോഗൻവില്ലേൻ്റെ നല്ല കളക്ഷൻ കിട്ടാൻ ഇവിടെ. അപ്പോൾ എനിക്ക് ബോഗൻവില്ലയിൽ 2 ഐറ്റം എൻ്റെ കയ്യിലില്ല, റൂബി റെഡും പിന്നെ ചില്ലി റെഡും. അപ്പോൾ ഈ 2 ഐറ്റം ഒന്ന് ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങാമെന്ന് എഴുതിയിട്ട്. അപ്പോൾ ഈ ചില്ലി റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിക്കലുണ്ട്, പക്ഷേ ഇതുവരെ വാങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ നോക്കി നോക്കിയപ്പോൾ അതിൻ്റെ കളക്ഷൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വലിയ പ്ലാന്റ്സ് ഉണ്ട്, അപ്പോൾ അതവർ കൊടുക്കില്ല, നല്ല റേറ്റും ഉണ്ടുള്ളതാണ്, അവരത് കാണാൻ വേണ്ടി വെക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഈ ബോഗൻവില്ലയിൽ ഞാൻ എല്ലാതും എൻ്റെ കയ്യിലുള്ള എല്ലാതും ഞാൻ ഇങ്ങനെ കമ്പ് കുത്തിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ചെടികളൊക്കെ നമുക്ക് ഇതുപോലെ കമ്പൊക്കെ കുത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. പിന്നെ പെട്ടെന്നായി കിട്ടൂല എന്നേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനങ്ങനെ കൂടുതൽ ചെടികളുടെ പ്ലാന്റ്സ് അങ്ങനെ കൂടുതൽ വാങ്ങലില്ല. ഏതെങ്കിലും റെയർ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങലുള്ളൂ. പിന്നെ ഞാൻ ഇതാ ഫ്രൂട്ടിൻ്റെ തൈകളാട്ടാണ് വാങ്ങൽ. അപ്പോൾ അത് വാങ്ങാനാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇക്കിമോളും ഞാനൊക്കെ നോക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരു വിയറ്റ്നാം മാർലി എന്നിട്ടുള്ള ചക്ക ഉണ്ടല്ലോ, അതിൻ്റെ 2 തൈകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറുമാമ്പഴം, അങ്ങനെ വീട്ടിലില്ലാത്ത 1-2 ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഫ്രൂട്ടിൻ്റെ തൈകളും വാങ്ങി വെക്കണം. എന്നിട്ട് നമ്മൾ വീട്ടിൽ അതൊക്കെ ഉണ്ടായി കാണുമ്പോൾ നമുക്ക് നല്ല രസമാണല്ലോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഫ്രൂട്ടിൻ്റെ ഒരുപാട് തൈകളുണ്ട് കേട്ടോ, എല്ലാ കളക്ഷനും ഉണ്ട്. ഒരു ലോകം തന്നെയുണ്ട് കേട്ടോ ഫ്രൂട്ടിൻ്റെ തൈകൾ. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ നടന്നിട്ട് അതൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കായ്ച്ച് നിൽക്കുന്നതും കായ വന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസം കേട്ടോ കാണാൻ. അപ്പോൾ എല്ലാതും ഇങ്ങനെ നോക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറുമാമ്പഴമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ തൈ പോയതാണ്. അപ്പോൾ ഇനി രണ്ടാമതൊന്നും കൂടി വെച്ച് കൊടുക്കാമെന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ഉള്ള സ്ഥലത്ത് തന്നെ നമുക്ക് എല്ലാതും ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണല്ലോ. ഒരു കുറച്ച് സ്ഥലമാണെങ്കിലും ഉള്ള സ്ഥലത്ത് നമുക്ക് ഒക്കെ ഫുള്ളൊന്ന് ആക്കിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. നമ്മളൊന്ന് ശ്രമിച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ആക്കിയെടുക്കാം. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്ലാന്റ്സൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ കോട്ടക്കൊന്നും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുട്ടികൾക്ക് ജസ്റ്റ് ഒന്ന് കളിക്കാമെന്നൊക്കെ കരുതിയിട്ട് പോയതാണ്. അപ്പോൾ അവിടെയുള്ള നമ്മൾ മിറാക്കിൾ ഗാർഡനിലും കൂടി ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല ആംബിയർ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ പ്ലാന്റ്സുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഗാർഡനിൽ ക്രോട്ടൺ പ്ലാന്റ്സ് ഉണ്ടല്ലോ, നമ്മൾ മുന്നേ പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ക്രോട്ടൺ പ്ലാന്റ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മളത് ഒന്നാകെ തിങ്ങി വന്നിട്ടാണ് നമ്മളത് വളർത്തിണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ആ പ്ലാന്റ്സുകൾ കൊണ്ട് നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല കട്ട് ചെയ്തിട്ട് നല്ല പ്രൂൺ ചെയ്തിട്ട് നല്ല അടിപൊളിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഇക്കാനോട് ഇങ്ങനെ സംസാരിക്കട്ടെ, ഇത് എങ്ങനെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഐഡിയ കിട്ടുമല്ലോ. നമുക്ക് നമ്മുടെ മുറ്റത്തിൻ്റെ ഈ സൈഡിൽ ഇന്ന പ്ലാന്റ്സ് വെച്ചാൽ അവിടെ എത്ര ഭംഗിയുണ്ടാവും, അങ്ങനെ എത്ര ഉണ്ടാവും, അങ്ങനെയൊക്കെ നമുക്കൊരു ഓരോരോ ഭാഗങ്ങൾ പോയി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
വില കൂടിയ പ്ലാന്റ്സുകൾ നമ്മൾ വാങ്ങി വെച്ചിട്ടില്ലെങ്കിലും നമുക്കൊരു ചെറിയ ഗാർഡനൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് സമയം നമ്മൾ മെനക്കെടുത്തിയാൽ മതി ട്ടോ. ഒന്ന് കെയറാണ് മെയിനായിട്ട് ഇതിന്. കുറച്ച് നമ്മുടെ മറ്റുള്ള പണികളിൽ കുറച്ച് സമയം ഇതിനും കൂടി മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഉണ്ടാക്കാം ഒരു കുഞ്ഞ് ഗാർഡനൊക്കെ ട്ടോ. അപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ കമ്പ് കുത്തിയിട്ട് നമുക്ക് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഒന്നിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും എല്ലാം കാണാൻ. അപ്പോൾ ആ ഗാർഡൻ്റെ ഒരു സൈഡിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ കുട്ടികളെ നിർത്തിയതിന് ശേഷമാണ് നമ്മളത് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ക്ഷമിച്ച് നിൽക്കില്ല. അപ്പോൾ മോനൊക്കെ നല്ല പിപ്പിരി ഇളകുന്ന ആളാണ്. അവന് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിലും അല്ല ഗാർഡനിലെ പൂക്കളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിലും അത് കണ്ട് നിൽക്കാനുള്ളൊരു ക്ഷമ അവനക്കില്ല. അപ്പോൾ അത് തന്നെ അവനെ കളിക്കാൻ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്ഥലങ്ങളും കൂടി പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിയ ചെടി മാത്രമേ ഞാനൊന്ന് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തൈകളൊക്കെ വാങ്ങിയത് കുറച്ചൊരു 1.5 അടി വീതിയിലും ആഴത്തിലും നമ്മൾ എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ആരെങ്കിലും വിളിച്ചിട്ട് നമ്മൾ ചെയ്യിക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ വാങ്ങിയ ഒരു പ്ലാന്റേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇത്. അപ്പോൾ അത് ഞാനൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം മഴ പെയ്ത കാരണം കൊണ്ട് നമുക്ക് കൊത്തിയാൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഞാൻ മുറ്റത്ത് അങ്ങനെ ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് നമ്മൾ വെച്ചെടുക്കുകയാണ്. അപ്പോൾ അടിവളമായിട്ട് നമ്മളിതാ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള വളം അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിട്ട് കൊടുത്തതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ നമ്മൾ ആ പ്ലാന്റ് പിടിച്ച് പിന്നെ കുറച്ചാവുന്ന വരെ നമുക്ക് പിന്നെ വളങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വയലറ്റ് പൂടുന്നൊരു പ്ലാന്റ് ഉണ്ടല്ലോ, ചെടിയാണിത്. അതിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ ഇനി ഞാൻ കരുതുന്നത് ചട്ടിയിലുള്ള ചെടികളൊക്കെ കുറേ ഒഴിവാക്കിയിട്ട് നിലത്താക്കി കൊടുക്കാമെന്ന് കരുതുന്നത്. അപ്പോൾ കയറിങ് കുറേ കുറഞ്ഞിട്ടുമല്ലോ. പിന്നെ അതൊക്കെ വെക്കൽ കഴിഞ്ഞതിന് ശേഷം നല്ല മഴ പെയ്തു. അപ്പോൾ നമ്മളൊരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതി. മഴയത്ത് നല്ല ചൂട് ചായൻ്റെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളി സ്നാക്സും കൂടി ആയാൽ ഒരു രസമല്ലേ കഴിക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ വെജ് എഗ് റോളാണ് ഉണ്ടാക്കുന്നത്. ഈസിയാണ്. പിന്നെ മക്കൾക്കും നമുക്ക് വലിയവർക്കൊക്കെ വേഗം ഇഷ്ടപ്പെടും കേട്ടോ അത്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അതിനായിട്ട് ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്, മീഡിയം സൈസ്. അപ്പോൾ അത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, അതും ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മല്ലിയില കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒന്നിട്ടിട്ട് ഒന്നിച്ചിട്ടുണ്ട് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിങ്ങനെ ഒക്കെ കട്ട് ചെയ്തിട്ട് ചെറുതാക്കി കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. പിന്നെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ കൊണ്ടാക്കി കൊടുക്കാനൊക്കെ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ ഒരു 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു, തോടൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ അതിൽ അതും ഇത് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് എടുത്തതിന് ശേഷം നമ്മൾ അതും ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, എല്ലായിടത്തും നല്ല മഴ ആയിരിക്കും ഇപ്പോഴും. അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളുകളുടെയൊക്കെ വെള്ളത്തിന് ക്ഷാമമൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ നമ്മളിതാ കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് 1 സ്പൂണ്. അതിലേക്ക് 2 സ്പൂണ് കോൺഫ്ലവർ ഇട്ടാ അതും കൂടി എടുക്കുക. പിന്നെ 2 സ്പൂണ് 2-3 സ്പൂണ് മൈദ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കോൺഫ്ലവറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം കൂടി ഒന്ന് ഇനി കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഈസിയാണ്. ആകെ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത് ചിക്കൻ മസാലയും പിന്നെ കോൺഫ്ലവറും മൈദയാണ്, ഉപ്പും പിന്നെ കുരുമുളക് പൊടി ഇട്ടാ അതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള ഒരു ചുവ വരും കേട്ടോ. അപ്പോൾ ഇതിന് നല്ല ഈ ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കാരണം കൊണ്ട് അപ്പോൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നല്ല കയ്യിൽ ഒട്ടാതൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ഇതുപോലെ അങ്ങനെ ബോളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കൈ ഒന്ന് നനച്ചതിന് ശേഷം നമ്മളിങ്ങനെ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് എടുക്കുക. ഇനി ഞാനിത് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഓയിലും കൂടി ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ഓയിൽ അവിടെ കിടന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് കുറച്ച് റസ്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ റോളൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു മുട്ട അതും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഓരോ റോൾ എടുത്തിട്ട് നമ്മൾ മുട്ടയിൽ ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ റസ്കിൻ്റെ പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ അപ്പോഴേക്കും നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാനിങ്ങനെ റസ്കിൻ്റെ പൊടിയിൽ കോട്ട് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സിമ്മിലാക്കി വെച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ റസ്കിൻ്റെ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ കരിഞ്ഞിട്ട് പിന്നെ എണ്ണയിലൊന്നാകെ പൊടി അവിടെ പോവും. അപ്പോൾ അത് പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതാ എല്ലാതും ഒന്ന് മറിച്ചിട്ട് ഒന്ന് റെഡിയായതിന് ശേഷമൊക്കെ കോരി മാറ്റണം കൂടിയുണ്ട്.
എണ്ണയിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കോരി മാറ്റാനും പറ്റും. അപ്പോൾ നമ്മൾ ഈ ചൂട് കട്ടൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു അടിപൊളി സ്നാക്സ് ആട്ടോ അത്. നല്ല മഴയത്ത് കഴിക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. അപ്പോൾ എണ്ണയിൽ പൊരിച്ച കടികൾ വലിയ ഇഷ്ടമില്ല, എന്നാലും ഇടയ്ക്കെപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഈ മഴയുള്ള സമയങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മഴയത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പുറത്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ നല്ല സ്നാക്സും നല്ല ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിപ്പ് വടയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരി ചോദിക്കലുണ്ട് ഗാർഡൻ മേക്കോറും പ്ലാന്റ്സും മുറ്റൊക്കെ കാണിക്കണമെന്ന്. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ ഓരോന്നായിട്ട് കാണിക്കട്ടെ, ഓരോന്നായിട്ട് ചെയ്തു തരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.